الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم اتقوا الله عباد الله ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നാളെ നമ്മെ ഓരോരുത്തരെയും വിചാരണ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വർഗ്ഗത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമ്മുടെ നാടുകളിൽ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളും വലിയ പ്രതിഫലമുണ്ട്, വലിയ പുണ്യകരമുണ്ട് എന്ന് കരുതി പാരായണം ചെയ്തു വരുന്ന ഗ്രന്ഥമാണ് മഖ്ബൂസ് മൗലൂദ് എന്നുള്ളത്. റമദാനിലും അതുപോലെ തന്നെ റബീഉൽ അവ്വലിലും പുതിയ ഒരു വീട് താമസമാക്കുന്ന സന്ദർഭങ്ങളിലുമെല്ലാം, അതുപോലെ തന്നെ മരണാനന്തര ചടങ്ങുകൾക്കപ്പുറം 3-നും 7-നും 40-നും ഒക്കെ ഈ മഖ്ബൂസ് മൗലൂദ് പാരായണം ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പാരായണം ചെയ്യുന്നത്. വിശ്വാസികളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിക്കുന്ന കാര്യത്തിലോ അവിടുത്തെ പുകഴ്ത്തുന്ന വിഷയത്തിലോ ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദദ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. എന്നാൽ ആ വരികളിലൂടെ ശിർക്കൻ പ്രവർത്തനങ്ങളിലേക്കും ശിർക്കൻ ആരാധന സംവിധാനങ്ങളിലേക്കും മനുഷ്യരെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്
നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഖേദകരം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിലുള്ള കിതാബുകൾ പാരായണം ചെയ്യുന്നത് ബിദ്അത്ത് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി വഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതത്തിൽ ആരെങ്കിലും പുതുതായി ഒന്ന് നിർമ്മിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണ്. അതൊരു യാസീനല്ലേ എന്നല്ല, അതൊരു ദിക്റല്ലേ എന്നല്ല, അതൊരു മദ്ഹല്ലേ എന്നുള്ളതല്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങൾക്കും അവിടുന്ന് പ്രോത്സാഹനം നൽകാത്ത വിഷയങ്ങൾക്കും ആര് എന്ത് കൊണ്ടുവന്നാലും പ്രിയപ്പെട്ടവരെ അത് തള്ളപ്പെടേണ്ടുന്ന കാര്യമാണ്. ഇത് പറയുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ പറയും, ചിന്തിക്കും, കണ്ടോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്ത ആളുകളല്ലേ ഇവര് എന്നാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. പക്ഷേ ബിദ്അത്ത് ചെയ്താലുള്ള ഗൗരവം എന്തെന്നറിയുമോ? ഇന്നല്ലാഹ അജബ തൗബത അലാ കുല്ലി സാഹിബിൻ ബിദ്അ. എല്ലാ ബിദ്അത്ത് ചെയ്യുന്ന ആളുകളുടെയും തൗബയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. ബിദ്അത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ തൗബ അല്ലാഹു തടഞ്ഞു വെക്കും. ഏതുവരെ? അവൻ തന്റെ ബിദ്അത്തിനെ ഒഴിവാക്കുന്നത് വരെ. ആ ബിദ്അത്ത് ഒഴിവാക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് പ്രിയപ്പെട്ടവരെ അവന്റെ തൗബ എത്തുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി ആലോചിക്കുകയെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ, അബദ്ധങ്ങളെ ഏറ്റുപറഞ്ഞ ഒരു വിഷയം പടച്ച റബ്ബിലേക്ക് എത്തുന്നില്ല എങ്കിൽ അത് എത്ര വലിയ നഷ്ടമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ബിദ്അത്തുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാലുള്ള ഏറ്റവും വലിയ നഷ്ടം എന്തെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? നാളെ പരലോകത്ത് ദാഹിച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളാൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളാൽ ലഭിക്കുന്ന ഹൗദുൽ കൗസർ ഉണ്ടല്ലോ, തേനിനേക്കാൾ മധുരമുള്ളതും ഒരുപാട് വിശിഷ്ടമായ ഒരുപാട് പ്രത്യേകതകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പാനീയം അവർക്ക് ലഭിക്കുകയില്ല. അതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കൊടുക്കുമ്പോ ചില വിഭാഗം ആളുകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മറയെന്ന് ഇടുകയാണ്, ഒരു മറയിട്ട് കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലാഹുവേ, അവരെ എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകളാണെന്ന് പറയുന്ന സന്ദർഭങ്ങളിലൂടെ താങ്കൾക്ക് ശേഷം അവർ മതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് നബിയേ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, നബിയേ, നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളുടെ മരണശേഷം പോരിശയുണ്ട്, പവിത്രമുണ്ട്, നിങ്ങൾക്ക് നന്മയുണ്ട് എന്നൊക്കെ ജനങ്ങളെ പഠിപ്പിച്ച് ഒരുപാട് ബിദ്അത്തുകൾ ചെയ്ത ആളുകളാണ് അവരെന്ന് പറയുമ്പോ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഫഖൂൽ, ആ സന്ദർഭത്തിൽ ഞാൻ പറയും, സുഹ്ഖൻ സുഹ്ഖാ, ദൂരെ പോയിക്കോ, വിട്ടു പോയിക്കോ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് വെള്ളമില്ല എന്നുള്ളതാണ്. ഈ ഒരു നഷ്ടം സംഭവിക്കാതിരിക്കാൻ എല്ലാവിധ ബിദ്അത്തിന്റെ മേഖലകളിൽ നിന്നും വിശ്വാസികളെ പരിപൂർണമായിട്ട് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മംബൂസ് മൗലീദിന്റെ ഉള്ളടക്കത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോ പ്രിയപ്പെട്ടവരെ, വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങളോളം ഇരുന്ന് പഠിക്കേണ്ടുന്ന വിഷയമാണ്. നന്മയുണ്ട്, പോരിശയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീടുകളിൽ എത്ര മഹത്തരമായി കൊണ്ടാണ് ഇത് നിർവഹിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എത്രയോ വല്യമ്മമാർ, വല്യപ്പമാർ
പരിശുദ്ധ ഖുർആനിനെ മനഃപ്പാഠമാക്കുന്നതിനേക്കാൾ കൂടുതൽ പോരിശയോടുകൂടി, കൂടുതൽ ഭവ്യതയോടുകൂടിയിട്ടാണ് ഈ കിതാബിനെ ജനങ്ങൾ കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് ആദ്യമായി കൊണ്ട് തന്നെ, അതിന്റെ തുടക്കം തന്നെ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുന്ന രൂപത്തിലുള്ള തെറ്റായ പരാമർശം നടത്തിക്കൊണ്ടാണ് നമുക്ക് കാണുവാൻ കഴിയും. ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെ സൃഷ്ടിക്കുകയും ആ പ്രകാശം കൊണ്ട് ബാക്കിയുള്ളത് മുഴുവൻ സൃഷ്ടിക്കുകയും ചെയ്തവൻ എത്രയോ പരിശുദ്ധൻ. ഓക്കെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെയാണെന്നും ആ പ്രകാശത്തിൽ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം സൃഷ്ടിച്ചത് എന്നാണ് മങ്കൂസ് മൗലൂദ് പഠിപ്പിക്കുന്നത്. എന്നാൽ പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താ അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ആദ്യമായി സൃഷ്ടിച്ചത് എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് പേനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് പേനയാണ് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിക്കുമ്പോൾ ആദ്യം ലോകം മുഴുവൻ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെയാണ് സൃഷ്ടിച്ചത് എന്ന് പഠിപ്പിക്കുകയാണ്. ഇതെങ്ങനെയാണ് മദ്ഹാവുക? ഇതെങ്ങനെയാണ് പോരിശയാകുക? ഇനി പ്രിയപ്പെട്ടവരെ, മറ്റൊരു കള്ളം എന്താണെന്നറിയോ? ഇതിങ്ങനെ തന്നെ പറഞ്ഞ എന്തിനാ ചോദിച്ചാൽ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നന്മയുണ്ട് എന്ന് കരുതി, നല്ലതല്ലേ എന്ന് കരുതി ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു പോകാതിരിക്കാൻ പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും സ്ഥിരപ്പെട്ട ഒരു സംഭവത്തിൽ പോലും കളവ് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണ് പ്രിയപ്പെട്ടവരെ മങ്കൂസ് മൗലൂദി എന്നുള്ളത്. നോക്കിയേ നിങ്ങള്, മങ്കൂസ് മൗലൂദിൽ നമുക്ക് കാണുവാൻ കഴിയും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ആദം അലൈഹിസ്സലാം ഇട തേടിക്കൊണ്ട് പ്രാർത്ഥിച്ചു. ഏത് സന്ദർഭത്തിൽ എന്ന് പറഞ്ഞെന്നറിയോ? മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഹവ്വാ ബി അലൈഹിസ്സലാത്തു വസ്സലാമയും സ്വർഗ്ഗത്തിൽ താമസിച്ചു വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞല്ലോ, നിങ്ങൾ ഇവിടെ സുരക്ഷിതമായി നിങ്ങൾ ജീവിച്ചു കൊള്ളുക, പക്ഷേ ആ കാണുന്ന മരത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ പിശാചിന്റെ പ്രേരണയിൽ കൂടി അത് കഴിക്കേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ടായി. ആ സന്ദർഭങ്ങളിലൂടെ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖേദിച്ചു. പരിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് പറഞ്ഞു, ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാതിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ചില വചനങ്ങൾ മുഖാന്തരം റബ്ബിനോട് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ വചനങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു. നമ്മളൊക്കെ ഹൃദയസ്ഥമാക്കിയ പ്രാർത്ഥനയല്ലേ, റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പഠിച്ചോനെ, ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചു പോയി, പൊറുത്തു തരണേ അല്ലാ, കാരുണ്യം കാണിക്കണേ അല്ലാ, അല്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്നാണ് ഇത് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുമ്പോൾ മങ്കൂസ് മൗലൂദിലൂടെ അതാ പഠിപ്പിക്കുന്ന എന്താണ് പ്രിയപ്പെട്ടവരെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വർഷങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇടതേടിക്കൊണ്ട് പ്രാർത്ഥിച്ചു എന്നാണ്. എത്ര വലിയ വൈരുദ്ധ്യമാണത്!
നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. ഇതാണ് വലിയ പോരിശയോടുകൂടി നമ്മൾ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ നല്ല പരവതാനൊക്കെ വിരിച്ച് എല്ലാവരും ഒരുമിച്ച് കൂട്ടി എന്തോ ഒരു വലിയ പ്രതിഫലം ഞങ്ങൾ നേടിയെടുക്കുകയാണെന്ന് കരുതി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കണം. ഇത് രണ്ടാമത്തെ വൈവിധ്യമാണ്. ഇനി നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, ശിർക്കിന്റേതായി കൊണ്ടുള്ള വരികളെ നമുക്ക് കാണാൻ കഴിയും. എത്രയെത്ര മാലകളിലൂടെ മൗലീദുകളിലൂടെയാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. മങ്കൂസ് മൗലീദിലൂടെ നമ്മളൊക്കെ ഹൃദ്യമാക്കിയ ഒരു വചനമുണ്ടല്ലോ, യാ സയ്യിദി സാദാതി ജിതുക ഖാസിദാ അർജൂ ബിമാക ഫലാ തുഖയ്യബ് മഖ്സദീ. ഇന്നീ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, ഈ വരികൾ പരിചയമില്ലാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? പക്ഷേ എന്താണ് ആ വരികളിലൂടെ പ്രാർത്ഥിച്ചു പോകുന്നത്? അത് മദ്ഹല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നേതാക്കന്മാരുടെ നേതാവായ നബിയേ, അങ്ങേ ഉദ്ദേശിച്ചുകൊണ്ട് ഞാനിതാ വന്നിരിക്കുകയാണ്. അങ്ങയുടെ സംരക്ഷണം ഞാൻ ആഗ്രഹിക്കുന്നു നബിയെ, എന്നെ നിരാശപ്പെടുത്തല്ലേ എന്നാണ്. വിശ്വാസികളെ, നമ്മൾ ആരുടെ സംരക്ഷണമാണ് നമ്മൾ ആഗ്രഹിക്കുക? നമ്മളെ സംരക്ഷിക്കാൻ കഴിവുള്ളത് ആർക്കാണ്? ലോകത്തെ നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ മറ്റൊരു പടപ്പുകൾക്കും നമ്മെ സംരക്ഷിക്കുവാൻ കഴിയുകയില്ല. ഇതിലൂടെ ആപരാധികളും വേവലാദികളും കഷ്ടപ്പാടുകളും ഒക്കെ പറഞ്ഞു പോകുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. എന്നിട്ട് പറയുന്നു, ഇത് മദ്ഹാണെന്ന്. ഒരിക്കലുമല്ല. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ശാ അല്ലാഹ്. നബിയെ പറഞ്ഞു കൊടുക്കുക, എന്റെ സ്വന്തം ദേഹത്തിന് തന്നെ ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ എന്റെ അധീനത്തിൽപ്പെട്ട കാര്യമല്ല, അല്ലാഹു ഉദ്ദേശിച്ചതൊഴികെ. നോക്കൂ, ഇതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറയുന്നത്. എന്നിട്ട് ആ പ്രവാചകനോട് വിളിച്ചു തേടുന്ന വരികളിലൂടെയാണ് മങ്കൂസ് മൗലൂദ് കടന്നു പോകുന്നത്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. ഇന്ന് ദൈനംദിനം ഇവിടെ ബിദ്അത്തിന്റെ മേഖലകൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്കൊരു തെറ്റായ രീതിയുണ്ട്. ഒരു സൂറത്തല്ലേ, ഒരു യാസീനല്ലേ, ഒരു ഫാത്തിഹയല്ലേ, എന്താ ഇത്ര പ്രശ്നം എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടോ? ചെയ്യാം, തർക്കമില്ല. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു കാര്യം ദീനിൽ പുതുതായി ഉണ്ടാക്കാൻ നമുക്കാർക്കും അർഹതയില്ല. അപ്പൊ നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ ഒക്കെ പള്ളികളിൽ ഓരോ നമസ്കാരത്തിന് ശേഷം ഒരു കൂട്ടപ്രാർത്ഥന നടത്താറുണ്ട്. അപ്പൊ അത് ബിദ്അത്താണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾ പരിഹസിക്കുകയാണ്. കണ്ടോ, ഇവർക്ക് പ്രാർത്ഥനയില്ല, ഇവർക്ക് ദുആ ഇല്ല. എന്നാൽ അവിടുത്തെ രീതി എങ്ങനെയാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം, ഈ ഒരു പ്രാർത്ഥന ചൊല്ലുന്ന സമയം ഇഹ്റാമിൽ ഇരുന്നിട്ടുള്ളൂ, അവിടുന്ന് മാറിയിരിക്കാറാണ് പതിവ് എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴല്ലേ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുള്ളൂ എന്ന് പറയാൻ കഴിയുക. എത്രയെത്ര വിദേഹത്തിന്റെ മേഖലകളെ മയ്യത്തെടുക്കുമ്പോ ഒരു അൽ ഫാത്തിഹ വിളിക്കുന്നു. നമ്മളിത് ആളുകളോട് പറഞ്ഞു കൊടുക്കുമ്പോ ആളുകൾ പറയാണ്, ഇവർക്ക് ഫാത്തിഹയോട് വിരോധമാണ്. എന്തുകൊണ്ടത് ചൊല്ലാത്തത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോ ഭാര്യമാർ മരണപ്പെട്ടിട്ടുണ്ട്, സ്വഹാബത്ത് മരണപ്പെട്ടിട്ടുണ്ട്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു അൽ ഫാത്തിഹ വിളിച്ചിരുന്നുവെങ്കിൽ നമുക്കും അത് വിളിക്കാമായിരുന്നു. അത് ചെയ്യാത്തോടെ നമ്മൾ ചെയ്യാത്തത്.
അത് പഠിപ്പിക്കാത്തതുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കാത്തത്. അപ്പൊ അതതിന്റെ ഗൗരവത്തിലെടുക്കാൻ വിശ്വാസികളായ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഇസ്ലാമിനെ വളച്ചൊടിച്ചുകൊണ്ടല്ല നമ്മൾ കൊണ്ടുപോകേണ്ടത്, നേരായ റൂട്ടിലൂടെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഈ അടുത്ത് നേർച്ചയുണ്ടായപ്പോ ആനയിടഞ്ഞു. ഇപ്പൊ നേർച്ചയും പൂരും തമ്മിൽ എന്താ വ്യത്യാസം? പേര് മാത്രം വ്യത്യാസമുള്ളൂ. അന്യമതസ്ഥരുടെ എല്ലാ ആഘോഷങ്ങളിൽ അവർ കൊണ്ടുവരുന്ന എല്ലാ നിയമ വ്യവസ്ഥകളും മതപുരോഹിതന്മാർ കൊണ്ടുവന്ന ദീനിലേക്ക് ആഡ് ചെയ്യാൻ തുടങ്ങി. ആളുകളെ കൊണ്ട് തെറ്റായ രൂപത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നു, ആളുകളെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നു, നന്മയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. എത്ര വലിയ നാശനഷ്ടങ്ങളാണ് ഓരോ സമൂഹത്തിലും ഓരോ നാടുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ദീൻ ഇസ്ലാമിനെ കൃത്യമായി കൊണ്ട് പഠിക്കാത്തതിന്റെ ഏറ്റവും വലിയ ദുരന്തമാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. അല്ലാഹു നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, അല്ലേ? നമ്മളൊന്ന് ആലോചിച്ചാണ് നേർച്ചയും പൂരും തമ്മിലെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നോക്കും. എന്താ വ്യത്യാസമുള്ളത്? പേര് മാത്രമേ വ്യത്യാസമുള്ളൂ, അല്ലേ? എന്നിട്ട് ആളുകള് ആന ഇടഞ്ഞപ്പോ പോലും അതിന് പോലും മതപുരോഹിതന്മാർ രംഗത്ത് വന്നു. ആ ആനക്ക് കൃത്യമായി കൊണ്ട് അറിയില്ല നേർച്ച എന്താ, അതുകൊണ്ടാണ് അത് ഇടഞ്ഞത്. ഓരോ ആളുകളുടെ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോ ഖേദകരമാണ് പ്രിയപ്പെട്ടവർ. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിനെ പൂർത്തീകരിച്ചിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളത്. അതുപോലെ തന്നെ മക്ബറകളുമായി നടന്നുകൊണ്ടിരിക്കുന്ന ദുരാചാരങ്ങൾ, ഖബറിൽ കിടക്കുന്ന ആളോട് പോയിട്ട് പ്രാർത്ഥിക്കുക, അവിടെ പോയി സുജൂദ് ചെയ്യുക, അവിടെ തവാഫ് ചെയ്യുക, അവിടെ വിളക്ക് കത്തിക്കുക, അതുപോലെ തന്നെ അവിടെ ഇസ്ലാം പഠിപ്പിക്കാത്ത നിയമങ്ങൾ കൊണ്ടുവരിക. ഒരു ഖുത്ബയിൽ നമ്മൾ ഇത് കൃത്യമായി കൊണ്ട് വിശദീകരിച്ചതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിനെ അതിൻ്റെതായ തനിമയായി കൊണ്ട് പഠിക്കാൻ നമുക്ക് സാധ്യമാകണം. അപ്പോ നമ്മുടെ നാടുകളിൽ വളരെ പോരിശയോടുകൂടി നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ മങ്കൂസ് മൗലീദിലൂടെ മദ്ഹ് എന്ന പേരിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ശിർക്കൻ വരികളും തെറ്റായ കാര്യങ്ങളും കൃത്യമായി കൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ആ മൗലീദിലൂടെ, മങ്കൂസ് മൗലീദിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്രയോ ആളുകൾ വലിയ പോരിശയോടുകൂടി കാലങ്ങളോളം ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇന്നത്തെ ഖുത്ബ കഴിഞ്ഞു പോയി, നിങ്ങൾ പോയി പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ, പോയി പരിശോധിക്കണം ഇതൊക്കെ ശരിയല്ലേ എന്നുള്ളത്. ഒക്കെ നിങ്ങൾ ആ വരികളിലൂടെ കടന്നു പോവുകയാണ്. ارتكبت على الخطا غير عسير راعدا لك أشكو فيه يا سيدي خير النبي. മദ്ഹാണെന്ന പേര് പറഞ്ഞുകൊണ്ട്, വലിയ പ്രതിഫലം കിട്ടുമെന്ന പേര് പറഞ്ഞുകൊണ്ട്, പോരിശയുണ്ട് എന്ന പേര് പറഞ്ഞുകൊണ്ട് ചൊല്ലുകയാണ്. എണ്ണമില്ലാത്ത കണക്കില്ലാത്ത പാപമെന്ന വാഹനത്തിൽ ഞാൻ കയറിയിട്ടുണ്ട് നബിയേ. അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അങ്ങയോട് മാത്രമാണ് ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നത് എന്നാണ് നമ്മുടെ കൽബറിയുന്നത്. ആരാണ്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക. പടച്ചോനെ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹ്, ഞങ്ങളുടെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് പ്രാർത്ഥിച്ചത് റബ്ബിനോടാണ്. മങ്കൂസ് മൗലീദിലൂടെ പാപമോചനത്തിന് വേണ്ടിയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടുന്നത്. നമ്മുടെ പാപങ്ങൾ പുറത്തു തരേണ്ടത് ആരാണ് പ്രിയപ്പെട്ടവർ? നമ്മുടെ പാപങ്ങൾ പുറത്തു തരേണ്ടത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ആരോടാണ് നമ്മൾ സഹായം ചോദിക്കേണ്ടത്? അല്ലാഹുവിനോടാണ്, അല്ലേ? പരിശുദ്ധ ഖുർആൻ ചോദിച്ചില്ലേ നമ്മളോട്, പാപങ്ങൾ പൊറുത്തു തരാൻ അല്ലാഹു അല്ലാതെ മറ്റാരാണുള്ളത്? ഒരാളുമില്ല.
ലോകത്ത് എത്ര വലിയ ആളുകളുണ്ടെങ്കിലും, എത്ര വലിയ സമ്പന്നരുണ്ടെങ്കിലും, എത്ര വലിയ മജീഷ്യൻ കാണിക്കുന്ന വ്യക്തികളുണ്ടെങ്കിലും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൽബറിയുന്നത് നമ്മുടെ റബ്ബ് മാത്രമാണ്. ആ റബ്ബാണ് നമ്മളെ ഹിദായത്തിലൂടെ കൊണ്ടുപോയത്. ആ റബ്ബാണ് നമുക്ക് മക്കളെ നൽകിയത്. ആ റബ്ബാണ് നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും നൽകിയത്. ആ റബ്ബാണ് നാളെ പരലോകത്ത് ഒരാളും നമ്മെ സഹായിക്കാനില്ലാത്ത ഒരു ലോകത്ത് നമ്മളും നമ്മുടെ പ്രവർത്തനങ്ങളും മാത്രമാകുമ്പോൾ നമ്മൾ വിചാരണ ചെയ്യുന്നത് ആ റബ്ബാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏതൊക്കെ സന്ദർഭങ്ങളുണ്ടോ, സന്തോഷങ്ങളുണ്ടോ, സഹതാപങ്ങളുണ്ടോ, ദുഃഖങ്ങളുണ്ടോ, നൊമ്പരങ്ങളുണ്ടോ, ആവലാദികളുണ്ടോ, വേവലാദികളുണ്ടോ, ആ റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടതും പാപമോചനം നമ്മൾ തേടേണ്ടതും. അതിൽ ഒരു സംശയം നമുക്കുണ്ടാകാൻ പാടില്ല. എന്നാൽ മഖ്ബൂസ് മൗലിദിലൂടെ അത് ആരോടാ ചോദിക്കുന്നത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അത് ചെല്ലരുത്, അത് ശിർക്കുണ്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് കൃത്യമായി വിശ്വാസികളായ നമ്മൾ ഒരു ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കണം. ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ദീനായി കൊണ്ടുവരുന്നത്. അവരുടെ അവസ്ഥകൾക്കും അവരുടെ സൗകര്യങ്ങൾക്കും അവരുടെ ഇഷ്ടത്തിനും അനുസരിച്ച് അവർ ദീനിനെ എന്ത് ചെയ്യുന്നു? പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താണ് യഥാർത്ഥ ദീനെന്നും എന്താണ് സുന്നത്ത് എന്നും എന്താണ് ബിദ്അത്ത് എന്നും കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം, ബിദ്അത്തിന്റെ മേഖലകളിൽ നിന്ന്. അപ്പോ മഖ്ബൂസ് മൗലിദിലൂടെ പാപമോചനം തേടുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ കാര്യങ്ങളെയും കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും പഠിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ദീനിനെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വ ലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഏറ്റവും സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള മനസ്സ് നൽകി റബ്ബ് നമ്മെ അനുഗ്രഹിക്കുവാനാകട്ടെ. പ്രിയപ്പെട്ടവരെ, മഖ്ബൂസ് മൗലിദുമായി നമ്മൾ ഇടപെടുമ്പോൾ ഒരുപാട് വൈരുദ്ധ്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ഖുതുബയുടെ പരിമിതിയിൽ ഉൾപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി അതിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതിന് വിപരീതമായി കൊണ്ട് പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായാഭ്യർത്ഥന നടത്തിക്കൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തിൽ നിന്ന് രക്ഷ തേടി എന്നാണ് മഖ്ബൂസ് മൗലിദ് പഠിപ്പിക്കുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതായി നമുക്കൊക്കെ അറിയാം. ആരാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം? 950 വർഷക്കാലം പ്രബോധനം നടത്തിയ ഒരു പ്രവാചകൻ. തന്റെ സമയവും തന്റെ ആരോഗ്യവും തന്റെ സമ്പത്തും ഉള്ളതനുസരിച്ചുകൊണ്ട് ആളുകളെ വഹദാനീയത്തിലേക്ക് ക്ഷണിച്ച ആ പ്രവാചകനെ അങ്ങനെ ആ ക്ഷണത്തിലൂടെ
വളരെ കുറച്ച് ആളുകൾ മാത്രമേ ദീനിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ. അങ്ങനെ സത്യനിഷേധികളായി കൊണ്ടുള്ള ആളുകളെ നശിപ്പിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാക്കി. ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് മഹാനായ റസൂലുള്ളാഹി ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും അവിടുന്ന് വിശ്വസിച്ച സത്യവിശ്വാസികളെയും അല്ലാഹു രക്ഷപ്പെടുത്തി. ഇത് പരിശുദ്ധ ഖുർആൻ നമ്മൾ പറഞ്ഞതാണ്. അദ്ദേഹത്തിന് നാം ഉത്തരം നൽകുകയും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ആ ഭയങ്കരമായ ദുഃഖത്തിൽ നിന്ന് നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് സഹായാഭ്യർത്ഥന നടത്തിയെന്നുള്ളതും അങ്ങനെയാണ് ആ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നും മഹ്ബൂസ് മൗലൂദ് പറയുന്നു. വിശ്വാസി ഏത് സ്വീകരിക്കണം? വിശ്വാസികളെ നമ്മൾ ഏത് സ്വീകരിക്കണം? ഇതാണോ നമ്മൾ പോരിശയോടുകൂടി നമ്മൾ പാരായണം ചെയ്യുന്നത്? നമ്മുടെ സമയം മാറ്റിവെച്ചുകൊണ്ട്, നമ്മുടെ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട്, നമ്മുടെ മറ്റുള്ള സൗകര്യങ്ങളെ ഏർപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിച്ചതിന്റെ വിരുദ്ധമായി പഠിപ്പിക്കുന്ന വരികളോടാണോ നമുക്ക് ഇഷ്ടമുണ്ടാകേണ്ടത്? അതോ മാനവ ലോകത്തിന് കാരുണ്യത്തോടുകൂടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് അവതീർണമാക്കിയ പരിശുദ്ധ ഖുർആനാണ് നമ്മൾ പഠിക്കേണ്ടത്? ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഒരുപാട് ഓരോ മൗലിദുകളിലൂടെയും നമുക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്മയുണ്ട്, പോരിശയുണ്ട് എന്ന് കരുതി ഇത്തരത്തിലുള്ള ബിദ്അത്തിന്റെ മേഖലയിലേക്ക് കടന്നു ചെല്ലാതെ യഥാർത്ഥമായ സുന്നത്തിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് രക്ഷ ലഭിക്കുകയുള്ളൂ എന്നുള്ള